ചങ്ങളെ നമുക്കെന്നേ ഒരു വെറൈറ്റി കൈപ്പൊക്കെ ഉണ്ടാക്കിയാലോ. പക്ഷെ എന്താണെന്നറിയോ, അത് ഉണ്ടാക്കി അപ്പം തിന്നണം, പിന്നൊക്കെ വെക്കാൻ പറ്റില്ല. സംഭവം വേറെ ലെവലാണ്. നിങ്ങൾ ഇന്നേ വരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ആരും ഇങ്ങനത്തെ സീക്രട്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരൂല്ല. എന്താ വെച്ചാൽ ആർക്കും അറിയില്ല, അതിനെ ഇച്ചു അറിയില്ല. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അങ്ങോട്ട് ശരിയായി, അപ്പൊ നിങ്ങളോട് പങ്കുവെക്കാന്ന് വിചാരിച്ചു. എന്നാ ശരി, വീഡിയോ ഒന്ന് കണ്ടോളി, വെറുതെ പോലും. ചട്ടി അടുപ്പിൽ വെക്കുക, തിരിച്ച് കത്തിക്കുക. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഇച്ച് നമ്മളെന്ത് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ ചൂടാണോടുകൂടെ നമ്മളെന്ത് ചെയ്യുക, അതിലേക്ക് ഒരു 17 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വലത്തെ കച്ചിൽ ചട്ടുക എടുത്തിട്ട് ഒരു 9 പ്രാവശ്യം വലത്തോട്ട് ചുറ്റിയതിനു ശേഷം പിന്നെ അതിലേക്ക് നമ്മളൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് എണ്ണീട്ടൊന്നുമില്ല. അവിടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഏകദേശം ഒരു സ്വർണ്ണ കളറാണ് ഇതിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചി മാറ്റി വെച്ച കട്ട് ചെയ്ത കൈപ്പൊക്കെ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ മൂപ്പിച്ചാൽ കളർ വ്യത്യാസം വരും, അല്ലാതെ മൂപ്പിച്ചാൽ പിന്നെ കുടമ്പുളുടെ കളർ അടുത്ത പണിയൊക്കെ വെറുതെ. ഉള്ളിയും കറിവേപ്പിന്റെ ഉണക്കമുളകൊക്കെ പാടെ കൂടി ചേർന്നിട്ട് കൈപ്പൊക്കെ ഇട്ടുമ്പോൾ വേറെ മണം വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കും. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതലിടുന്നത് നല്ലതാണ്. അത് നമ്മളെ തോട്ടത്തിൽ നട്ട് നനച്ചുണ്ടാക്കിയതാട്ടോ, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു 6 പച്ചമുളക് അല്ലെങ്കിൽ 7 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക, ഒന്ന് പരത്തി വെക്കുക. കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അതിന്റെ നീരൊക്കെ ഒന്ന് വലിയ സെറ്റ് ആണെങ്കിൽ നമ്മൾ മൂടി തുറന്നു വെക്കുമ്പോൾ മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ 200 സെക്കൻഡ് കഴിഞ്ഞ് മൂടി എടുത്തപ്പോൾ കൈപ്പൊക്കെ കടന്നിട്ടുണ്ടോ, ഒന്ന് പദം വന്നു ഇഞ്ഞു മൂടി വെക്കരുത് കേട്ടോ. ഇനി ഇതേമാതിരി വെച്ചിട്ട് അതിന്റെ നീരും ഇങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പൊ സംഭവം നമ്മളെ കൈപ്പക്കപ്പേരി റെഡി ആയിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ കൈപ്പക്കപ്പേരി ആകണമെങ്കിൽ കുറച്ചും കൂടി പറയണ്ട്. ഞാൻ അതൊക്കെ മർമ്മപ്രധാനമായ ഒരു 1.25 ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിയുടെ പീസ്, ഒരു 3.25 വെളുത്തുള്ളി മഴ എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് കൂട്ടി യോജിപ്പിക്കും. നേരെ ഇതേമാതിരി പരത്തി വെച്ച വേറെ ലെവലാണ്. എന്തായാലും നമ്മൾ എന്താ പാട് നോക്കട്ടെ. ഈ സംഭവം സറായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാണ്ട് സംഭവം സെറ്റായി. പക്ഷെ എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഉണ്ടാക്കിയ പാടന്നെ നമ്മൾ തിന്നണം. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തു വന്നിട്ട് നമുക്കൊരു സുഖം കിട്ടൂല. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഒരു അറിവും ചെറുതല്ല. ഇനി വെളുത്തുള്ളി ഇട്ടിട്ട് എന്താ പാട് നോക്കട്ടെ. സംഭവം വേറെ ലെവലാണെന്ന്, നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം കുഴപ്പമില്ല കേട്ടോ, ലൂസാറായിക്കണം. ചോറിൽ ഇങ്ങനെ കൂട്ടി കുഴച്ച് നിന്നാലേ പിന്നെ വേറെ ഒന്നും വേണ്ട. അത്ര നല്ലൊരു ഐറ്റം. അപ്പോൾ ഇതേമാതിരിയുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി എന്നെ പിന്തുടരാം. എന്തായാലും പിന്തുടർന്നാൽ വെറുതെ പോലും. അങ്ങോട്ട് നമ്മൾ എന്ത് ഒരു വെള്ള പ്ലേറ്റ് എടുക്കുക, അതൊക്കെ കൈപ്പൊക്കെ പേര് വളമ്പുക. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു അറിവും ചെറുതല്ല, അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. വലിയ പാചകക്കാരനൊന്നല്ല, എന്നാലും നമുക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങോട്ട് പങ്കുവെക്കാന്ന് മാത്രം. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ഓക്കെ, ബൈ.